പ്രാണായാമം, ഗായത്രി ജപം, സൂര്യ നമസ്കാരം തുടങ്ങിയ നിത്യകർമ്മങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണെന്നും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഓജസ്സിനും മനസ്സിൻ്റെ ഉന്മേഷത്തിനും ഗുണകരമാണെന്നും എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് ആചരിക്കപ്പെടുന്നില്ല എന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായി ഒന്ന്, ഇത് അപരിഷ്കൃതമാണെന്നും പൂർവിക ആചാരപ്രകാരമുള്ള ഈ കർമ്മങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമാണെന്നും അത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ശാസ്ത്രീയമായ ഭാഗമാണെന്നും അറിവില്ലായ്മ തന്നെയാണ് പ്രധാന കാരണം. കൂടാതെ സുദീർഘമായ ഒരു സമയം ഇതിനുവേണ്ടി ചെലവഴിക്കാൻ ഇന്നത്തെ തിരക്കേറിയ ജീവിത ക്രമത്തിൽ ആർക്കും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അപ്രധാനമായ കാര്യങ്ങൾ ഒഴിവാക്കി നിത്യകർമാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാന സംഹിതകൾക്ക് ശോഷണം വരുത്താതെ ലഘുവായ രീതിയിൽ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അവരെ പഠിപ്പിക്കാനും ഉതകുന്നമായ രീതിയിൽ അനുഷ്ഠാനങ്ങളുടെ ക്രമങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാന രീതിയെ സംബന്ധിച്ചും വ്യക്തമാക്കുകയാണ് ഈ CD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യനെ നോക്കിയിട്ട് അവിടെ മുങ്ങിക്കോളൂ. മുങ്ങിക്കോ. മതി. പോന്നോളൂ. കുറച്ചുകൂടി പോരെ. അവിടെ വന്നിട്ട് അവിടെ കിഴക്കോട്ട് അങ്ങോട്ട് നോക്കി നിൽക്കേ. ഇത് പറയുമോ? ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം വെള്ളത്തിലിറങ്ങി മുട്ടോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് രണ്ട് കൈയിലും വെള്ളമെടുത്ത് തലയ്ക്കിൽ മന്ത്രം ചൊല്ലി ഒഴിക്കുന്നതിനാണ് തളിച്ചുകുളി എന്ന് പറയുന്നത്. ഒരു കൂട്ട് ആചമനം ചെയ്ത് രണ്ട് കൈയിലും വെള്ളമെടുത്ത് മന്ത്രം ചൊല്ലി തലയിൽ ഒഴിക്കുന്നു. മുഖത്ത് തളിച്ചാൽ മതി എന്നും ഒരു പക്ഷമുണ്ട്. ആപോഹിഷ്ടാമയോ ഭുവസ്ഥാനൂർജേ ദധാതന മഹേരണായ ചത്രസേ. തലയിലെ ഉണ്ണിക്കൂട്ടം ശ്രദ്ധിക്കണില്ല. യോവ ശിവതമോ രസസ്തസ്യ ഭാജയദേഹന ഉഷതീരിവമാതര. ഒന്നും കൂടി തലയിലെ തസ്മാൽ അരംഗമാമോ യക്ഷയായ ജിന്വധ ആവോചന യഥാചന. ഒന്നും മുമ്പ് എത്തുന്ന വേറെ ഓക്കെ. ഇത് കട്ട് ചെയ്യണം. സന്ധ്യാവന്ദനത്തിൻ്റെ ക്രമങ്ങളെയാണ് ഇനി വിവരിക്കുന്നത്. ആചമനം ചെയ്യുന്നു. ആചമനം എന്നാൽ ജലസേചനം, നനയ്ക്കൽ എന്നാണ് അർത്ഥം. ശരീരത്തെയും ജലസേചനം ചെയ്ത് നനച്ച് ഉന്മേഷവാനാക്കി കർമ്മം ചെയ്യുമ്പോഴേ പൂർണ്ണമായ കർമ്മം ചെയ്യാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ നനഞ്ഞുകൊണ്ടിരിക്കണം. പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും നനയ്ക്കുന്നതിന് പ്രാണനെ നനയ്ക്കാൻ ജലസേചനം, കയ്യിൽ വെള്ളമെടുത്ത് ജലപാനം ചെയ്യുന്നു. കണ്ണ്, മൂക്ക്, ശിരസ്, കാതുകൾ, ഹൃദയം എന്നിവ നനച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ എല്ലാ കർമ്മങ്ങൾക്കും ആദ്യമായി ചെയ്യേണ്ടതാണ് ആചമനം. ആചമനം ഒരു കൂട്ടായി ചെയ്യണം, 2 പ്രാവശ്യം. ഒന്ന് സ്ഥൂല ശരീരത്തെയും ഒന്ന് സൂക്ഷ്മ ശരീരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഹൃദയം, ശിരസ്, കയ്യിൽ വെള്ളമെടുക്കുക. അങ്ങനെ ഒരു കയ്യിൽ ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദധാതന മഹേരണായ ചക്ഷസേ. നോട്ട് കളിക്കുക. വീണ്ടും എടുക്കുക, വെള്ളം എടുക്കുക. ഒരു കൈയോണ്ട് യോവ ശിവതമോ രസസ്തസ്യ ഭാജയതേ ഹന ഉഷതീരിവ മാതര. കളിക്കുക, മുഖത്ത് കളിക്കുക. ഒന്നും കൂടി
എടുക്കോ ഒരു കൈ കൊണ്ട്. തസ്മാൽ അരംഗമാമവോ യസ്യക്ഷയായ ജിന്വധ ആഭോജന യഥാചന. അത് കഴിഞ്ഞാൽ രണ്ട് കൈയിലും വെള്ളമെടുത്ത് അർഘ്യദാനം ചെയ്യുന്നു. അർഘ്യദാനം ചെയ്യുക എന്നുള്ളതിന് സാധാരണ പറയുന്ന വാക്കാണ് ഊക്കൽ. സൂര്യദേവരെ പ്രതി നോക്കി രണ്ട് കൈയിലും വെള്ളമെടുത്ത് പ്രണവം കൊണ്ട് ഒരു പ്രാവശ്യവും ഗായത്രി മന്ത്രം കൊണ്ട് 3 പ്രാവശ്യവും ജലം മേൽപോട്ട് ശംഖിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ ഒഴുക്കലാണ് ഊക്കൽ അല്ലെങ്കിൽ അർഘ്യദാനം ചെയ്യൽ. ഇത് 3 പ്രാവശ്യം ചെയ്യുന്ന രീതി ഗായത്രി മന്ത്രം കൊണ്ടും 1 പ്രാവശ്യം പ്രണവം കൊണ്ടും. ആദ്യം പ്രണവം കൊണ്ട് പിന്നീട് ഗായത്രി കൊണ്ട്. ഇത് മന്ത്രം അതിൽ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. ഒന്ന് ഊക്ക് ആദ്യത്തെ ഭഗവാനെ നോക്കിയിട്ട് ഓം ഇനി 2 കൈ വെള്ളം എടുക്കുക. മന്ത്രം ചെല്ല. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ എന്തേണ്ടി പറ. ധിയോ യോന പ്രചോദയാൽ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ. ഒരു കയ്യിൽ വെള്ളം എടുക്കും. ഊക്കൽ കഴിഞ്ഞാൽ വലത്ത് കൈയിൽ വെള്ളമെടുത്ത് വലത്ത് തിരിഞ്ഞ് ഒരു പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ തർപ്പണമായി. തർപ്പണം എന്നാൽ തൃപ്തിപ്പെടുത്തൽ എന്നാണ് തർപ്പണത്തിൻ്റെ അർത്ഥം. ദേവന്മാരെയും ഋഷികളെയും പിതൃക്കളെയും സംതൃപ്തരാക്കലാണ് തർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കർമ്മങ്ങളെല്ലാം ദേവതകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയതായതുകൊണ്ട് ദേവന്മാർക്കും ഇത് മന്ത്രം ചൊല്ലി പ്രവർത്തിക്കാനുള്ള ദർശനം നൽകിയ ഋഷീശ്വരന്മാർക്കും ഈ കർമ്മം ചെയ്യാനുള്ള ജന്മം നൽകിയ പിതാമഹന്മാർക്കും തർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ് തർപ്പണം എന്ന് പറയുന്നത്. ഇത് ഓരോന്നും 3 പ്രാവശ്യം വീതവും അവരുടെ ഗണങ്ങളെ 3 പ്രാവശ്യവും എന്ന തോതിൽ 6 പ്രാവശ്യം എന്ന തോതിലാണ് അനുഷ്ഠിക്കേണ്ടത്. വലത്തെ അവിടെ എത്തുക. കിഴക്കോട്ടെ 2 കൈയിലും വെള്ളമെടുത്ത് തർപ്പിക്കുക. ദേവാം തർപ്പ എങ്ങനെ പൂണൂല് കൈ തള്ളവേലയിലിടുക. പൂണൂല് ആ മുണ്ടിൽ തിരികെ പൂണൂലിൻ്റെ കൂട്ടത്തിൽ വന്ന അങ്ങനെ വയ്ക്കുക. പൂണൂല് ഋഷീം തർപ്പയാമി മതി. പൂണൂല് ഒരു കൂട്ടം ആചമിക്കുക. അത് കഴിഞ്ഞാൽ ഒരു കൂട്ട് ആചമിച്ചതിന് ശേഷം കരയ്ക്ക് കയറി നിന്ന് സന്ധ്യാവന്ദനം ചെയ്യണം. സന്ധ്യാവന്ദനത്തിന് ആദ്യം ഛന്ദസ് തൊടുക. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രമാണോ ജപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ഋഷീശ്വരനെ ശിരസിലും, പിന്നീട് ഏത് വൃത്തത്തിലുള്ള മന്ത്രമാണോ ജപിക്കുന്നത് അത് നാസാഗ്രത്തിൻ്റെ താഴെയും, ഏത് ദേവനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണോ അത് ഹൃദയത്തിലും സ്പർശിക്കുന്നു. ഇതിനാണ് ഛന്ദസ് എന്ന് പറയുക. പ്രണവത്തിൻ്റെ ഛന്ദസ് തൊട്ട് 108 പ്രണവം ജപിക്കണം. ആ 108 കണക്കാക്കുന്നത് 36 ഒരു ശ്വാസത്തിൽ 3 എന്ന തോതിൽ 36 ശ്വാസത്തിൽ 108 ഉരുക്കളായി ജപിക്കണം. ഓം ആ ഊമ കൂടി ചേർന്നതാണ് ഓം. ഈ ഓം എന്ന പ്രണവം 36 ശ്വാസത്തിൽ 108 ഉരുക്കൾ ജപിക്കുന്നതാണ് പ്രാണായാമം, പ്രണവം ജപിക്കൽ.
നടുക്കിൽ നീയേ അറ്റത്ത് നീയേ എന്നാലേ ഉയരം ശരിയുള്ളൂ അതാണേ മതി അവിടെ മതി ഓം ബ്രഹ്മപ്രജാപതി ബ്രഹ്മപ്രജാപതി ഋഷി ഋഷി ദേവി ഗായത്രി ഛന്ദ ദേവി ഗായത്രി ഛന്ദ പരമാത്മാ ദേവത പരമാത്മാ ദേവത ഓം 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 ഒരു ശ്വാസത്തിൽ 3 ഉരു ജപിച്ച് 36 ശ്വാസത്തിൽ 108 ഉരു ജപിക്കുക ഓം 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 ആ ഓം ആ ഓം 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 ജപിക്കേ ഓം 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 അങ്ങനെ 108 ഉരു ജപിക്കണം ഇനി കൈ കൈ വയ്ക്കുക ഓം ബ്രഹ്മപ്രജാപതി ഋഷി ബ്രഹ്മപ്രജാപതി ഋഷി ദേവി ഗായത്രി ഛന്ദ ദേവി ഗായത്രി ഛന്ദ പരമാത്മാ ദേവത പരമാത്മാ ദേവത ഓം ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ ഗായത്രി ഛന്ദ സവിതാ ദേവത സവിതാ ദേവത 108 ഒരു പ്രണവം ജപിച്ചു കഴിഞ്ഞാൽ ഗായത്രി മന്ത്രത്തിൻ്റെ ഛന്ദസ് തൊട്ട് 108 പ്രാവശ്യം ഗായത്രി ജപിക്കണം. ഗായത്രി ജപിക്കുന്നതിന് മുന്നോടിയായി ദശപ്രണവം ജപിക്കണം. ദശപ്രണവം എന്ന് പറഞ്ഞാൽ ഓം ഭൂ ഓം ഭുവ ഓം സ്വ ഓം മഹ ഓം ജന ഓം തപ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ ഓമാപൂജ്യോതിരസോമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരോം എന്ന ദശപ്രണവം ജപിച്ച് സത്യലോകത്ത് നിന്നുകൊണ്ടാണ് ഗായത്രി ജപിക്കുന്നത്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ എന്നാണ് ഒരു ഗായത്രി. അങ്ങനെ 108 ഒരു ഗായത്രി ജപിക്കണം. ഓം ഭൂ ഓം ഭൂ ഓം ഭുവ ഓം ഭുവ ഓം സ്വ ഓം സ്വ ഓം മഹ ഓം മഹ ഓം ജന ഓം ജന ഓം തപ ഓം തപ ഓം സത്യം ഓം സത്യം ഓം ഓം തത്സവിതുർവരേണ്യം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ ധിയോ യോ നഃ പ്രചോദയാൽ പ്രചോദയാൽ ഓമാപൂജ്യോതി ഓമാപൂജ്യോതി രസോമൃതം രസോമൃതം ബ്രഹ്മ ബ്രഹ്മ ഭൂർഭുവസ്വരോം ഭൂവസ്വരോ ഓം ഗാധിനോ വിശ്വാമിത്ര ഋഷി ഓം ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ ഗായത്രി ഛന്ദ സവിതാ ദേവത സവിതാ ദേവത ഓം ഭൂർഭുവസ്വ ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ ധിയോ യോ നഃ പ്രചോദയാൽ പ്രചോദയാൽ ഓം ഭൂർഭുവസ്വ ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ ധിയോ യോ നഃ പ്രചോദയാൽ പ്രചോദയാൽ ഇങ്ങനെ 108 ഒരു ജപിക്കുക. എന്നിട്ട് ശിരസിൽ കൈവയ്ക്കുക. ഓം ഓം ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗാധിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ ഗായത്രി ഛന്ദ സവിതാ ദേവത സവിതാ ദേവത ഓം ഓം ബ്രഹ്മപ്രജാപതി ഋഷി ബ്രഹ്മപ്രജാപതി ഋഷി ദേവി ഗായത്രി ഛന്ദ ദേവി ഗായത്രി ഛന്ദ പരമാത്മാ ദേവത പരമാത്മാ ദേവത ഓം 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 ഇവിടെ ചൊല്ലൂ. ഓം 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 അങ്ങനെ 108 36 ശ്വാസത്തിൽ 108 ഓം ബ്രഹ്മപ്രജാപതി ഋഷി ഓം ബ്രഹ്മപ്രജാപതി ഋഷി ദേവി ഗായത്രി ഛന്ദ ദേവി ഗായത്രി ഛന്ദ പരമാത്മാ ദേവത പരമാത്മാ ദേവത എല്ലാവരും തൊഴുതു നിൽക്കുക. നമ്മളെന്നില്ല. അങ്ങനെ 108 ഒരു ഗായത്രി ജപിച്ചാൽ വീണ്ടും ഗായത്രിയുടെ ഛന്ദസ് തൊടുകയും പിന്നീട് പ്രണവത്തിൻ്റെ ഛന്ദസ് തൊട്ട് 108 ഒരു പ്രണവം ജപിക്കുകയും വേണം. പ്രണവം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മിത്രസൂത്രം കൊണ്ട് ആദിത്യനെ വന്ദിക്കുന്നു. അതാണ് മിത്രസൂക്തം. ആ മിത്രസൂക്തം കൊണ്ട് കിഴക്ക് നോക്കി ആദിത്യനെ തൊഴുതു നിന്ന് ജപിക്കലാണ് പ്രഭാത സന്ധ്യാവന്തത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഓം ഓം
മിത്രസ്യ ചർഷിണി മിത്രസ്യ ദർശിനി ധൃതോവോ ഋതോവോ ദേവസ്യ സാനസി ദേവസ്യ സാനസി ദ്യുമ്നം ധ്യുമ്നം ചിത്രശ്രവസ്തമം ചിത്രസ്രവസ്തമം മിത്രോ മിത്രോ ജനാന്യാതയതി ജനാന്യാപയതി ധ്രുവാണോ ധ്രുവാണോ മിത്രോ മിത്രോ ഗാധാര ഗാധാര പൃഥിവി പൃഥിവി മുദദ്യാം മുദദ്യാം മിത്രകൃഷ്ടി മിത്രകൃഷ്ടി രനിമിഷാഭി രനിമിഷാഭി ചത്തെ ചഷ്ടേ മിത്രായ ഹവ്യം മിത്രായ ഹവ്യം ധൃതവ ഋതവ ദ്യുതേമ ദ്യുതേമ പ്രസമിത്രമർത്തോ രസമിത്രമർത്തോ അസ്തു അസ്തു പ്രയസ്വാന്യസ്ത പ്രയസ്വാന്യസ്ത ആദിത്യ ശിക്ഷതി ആദിത്യ ശിക്ഷതി വ്രതേന വ്രതേന ന ഹന്യതേ ന ഹന്യതേ ന ജീയതേ ന ജീയതേ ദ്യോതോ ദ്യോതോ നൈനമംഘോ നൈനമംഭോ അശ്നോത്യന്തിതോ അശ്നോത്തന്തിതോ ന ദൂരാൽ ന ദൂരാൽ ഇന്ദ്രായ നമഃ ഇന്ദ്രായ നമഃ പ്രാച്യൈ ദിശേ നമഃ പ്രാച്യൈ ദിശേ നമഃ യമായ നമഃ യമായ നമഃ ദക്ഷിണായൈ ദിശേ നമഃ ദക്ഷിണായൈ ദിശേ നമഃ പടിഞ്ഞാട്ടെ വരുണായ നമഃ വരുണായ നമഃ പ്രതീച്യൈ ദിശേ നമഃ പ്രതീച്യൈ ദിശേ നമഃ വടക്കോട്ടെ സോമായ നമഃ സോമായ നമഃ ഉദീച്യൈ ദിശേ നമഃ ദീച്യൈ ദിശേ നമഃ കിഴക്കോട്ട് തിരിഞ്ഞ് മേപ്പോട്ടെ ബ്രഹ്മണേ നമഃ ബ്രഹ്മണേ നമഃ ഊർധ്വായൈ ഊർധ്വായൈ ദിശേ നമഃ ദിശേ നമഃ കീഴ്പ്പെട്ട ഭൂമിയിലേക്ക് നമ പൃഥിവ്യൈ നമഃ പൃഥിവ്യൈ നമഃ സർവാഭ്യോ സർവാഭ്യോ ദേവതാഭ്യോ ദേവതാഭ്യോ ദിശൈ നമഃ ദിശേ നമഃ 7 വലത്ത് തിരിയ ഏകം ഒന്നായാൽ ഏകം ഇനി വീഴണ്ട. ദ്വയം 3 ത്രയം ചതുർ പഞ്ച പഞ്ച ഗായത്രി മന്ത്രം കഴിഞ്ഞാൽ പ്രണവമന്ത്രവും പൂർത്തിയാക്കി 7 വലത്ത് തിരിഞ്ഞ് വലത്തേ കാത് മോതിരവിരലും പെരുവിരലും കൊണ്ട് കാതിൻ്റെ തട്ട തൊട്ട് നിലത്ത് തൊടുന്നു. അതിന് ഉള്ള മന്ത്രം ഓം ധ്രുവാസി. പിന്നീട് 2 കാതും പിടിച്ച് നിലത്ത് അഭിവാദ്യം ചെയ്യുന്നു. നിലത്ത് അഭിവാദ്യം ചെയ്ത് ഗായത്രി മന്ത്രത്തിൻ്റെ ധ്യാന ശ്ലോകത്തോടു കൂടി പ്രഭാത സന്ധ്യാവന്ദനം അവസാനിപ്പിക്കുന്നു. രണ്ട് കാതും പിടിക്കുക. 2 കാതും അവരവന്റെ പേര് പറഞ്ഞിട്ട് അഭിവാദയേ അഭിവാദയേ വരുൺ ശർമ്മ നാമ സുദേവ ശർമ്മ നാമ നാമ അഹം അഹം അസ്മിഭോ അസ്മിഭോ. നിലത്തെ ഇനി തോന്നൂറ്റ നമസ്സവിത്രേ നമസ്സവിത്രേ ജഗതൈക ചക്ഷുഷേ ജഗതൈക ചക്ഷുഷേ ജഗത്പ്രസൂതി ജഗൽപ്രസൂതി